Hi friends. So, നമ്മൾ ഇംഗ്ലീഷിൽ കോൺ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു റിമെമ്പർ. അന്ന് മിസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള വീഡിയോസിൽ നമ്മൾ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചും എന്ത് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നുള്ളത് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് വീഡിയോ അബൌട്ട് പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ആരെ കുറിച്ചാണ്? നമ്മുടെ നൗണിനെ കുറിച്ചാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നിങ്ങൾ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യരുത്, നൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൺഫ്യൂഷൻ വരാൻ പാടില്ല. സോ ഇന്ന് നമ്മൾ പഠിക്കും നൗൺ അഥവാ പേര് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനൊക്കെയാണ് നമ്മൾ പറയാ എന്ന്. റൈറ്റ്, നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡ് നോക്കിയേ. വാട്ട് ഈസ് എ നൗൺ? ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് നൗൺ എന്ന് പറയാം. സോ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം നൗൺ എന്ന് പറയുന്നതിനെ? ഇവിടെ നിങ്ങൾ നോക്കിയേ. എ നൗൺ ഇസ് എ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു എ തിങ്, എ പേഴ്സൺ, ആൻ ആനിമൽ, എ പ്ലേസ്, എറ്റ്സെട്ര. സോ നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു വാക്കാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ആൻസർ. നൗൺ എന്ന് പറഞ്ഞാൽ അതൊരു വാചകമാണ്. എന്തിന്റെ വാചകമാണ്? അതൊരു ആളെ പേരാകാം, ഒരു സ്ഥലത്തിന്റെ പേരാകാം, ഒരു ആനിമലിന്റെ പേരാകാം, ഒരു വസ്തുവിന്റെ പേരാകാം. അപ്പോൾ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു മൃഗത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ പേരിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നൗൺ എന്ന് വിളിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? സോ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വേർഡ് അല്ലേ. അതൊരു വാചകമാണ്, ഒരു വാക്കാണ്. എന്തിൻ്റെയാണ്? അതൊരു വ്യക്തിയുടെ വാക്കാകാം അല്ലെ, അതൊരു വ്യക്തിയുടെ പേരാകാം, ഒരു സ്ഥലത്തിന്റെ പേരാകാം, ഒരു വസ്തുവിന്റെ പേരാകാം, ഒരു മൃഗത്തിന്റെ പേരാകാം. അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയാം? നൗൺ എന്ന് പറയാം. നോക്കിയേ, നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് അല്ലേ. സോ നോക്കിയേ, നൗൺ ഒരു ഒബ്ജക്റ്റ് ആവാം, ഒരു ആനിമലിന്റെ പേരാകാം, ഒരു പേഴ്സൺ ഒരു വ്യക്തിയുടെ പേരാകാം, ഒരു സ്ഥലത്തിന്റെ പേരാകാം. സോ എല്ലാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലേ. സോ ദാറ്റ് ഇസ് എ നൗൺ. നോക്കിയേ, എലിഫന്റ് ഇസ് എൻ ആനിമൽ. ആന എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എൻ ആനിമൽ. അപ്പോൾ ഒരു ആനിമലിന്റെ നൗൺ ആണ് എന്ത്? എലിഫന്റ്. നോക്കിയേ, മമ്മൂട്ടി ഇറ്റ്സ് എ നൗൺ. അതൊരു വ്യക്തിയുടെ പേരാണ്. നോക്കിയേ, ന്യൂയോർക്ക് അല്ലേ, ദ സിറ്റി ഈസ് ന്യൂയോർക്ക്. സോ ന്യൂയോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ നൗൺ എന്ന് നമ്മൾ പഠിച്ചു. നോക്കിയേ, പേഴ്സൺ നമ്മൾ പറഞ്ഞു അല്ലേ. യെസ്, ദുൽഖർ സൽമാൻ ഒരു വ്യക്തിയുടെ പേരാണ്. മെസ്സി ഒരു വ്യക്തിയുടെ പേരാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ജങ്കുക്ക് അല്ലേ, ഒരു വ്യക്തിയുടെ പേരാണ്. അപ്പൊ ആളുകളുടെ പേര് നമ്മൾ എന്ത് വിളിക്കും? വി കോൾ ഇറ്റ് ആസ് നൗൺ അല്ലേ. നെക്സ്റ്റ് പ്ലേസ് നോക്കിയേ. നോക്കിയേ, ഇറ്റ്സ് ലണ്ടൻ അല്ലേ. നോ, ദിസ് ഇസ് നോട്ട് ലണ്ടൻ, ദിസ് ഇസ് എന്താണ്? ന്യൂയോർക്ക്. ഓക്കെ, ദെൻ ദിസ് ഇസ് ലണ്ടൻ ടവർ ആൻഡ് ദിസ് ഇസ് ഡൽഹി അല്ലേ. അപ്പൊ നോക്കിയ സ്ഥലങ്ങളുടെ പേരിനെ നമ്മൾ എന്താ പറയാ? നൗൺ എന്ന് പറയാം. അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്. നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, തിങ്സ്. മിസ് നിങ്ങളെ പഠിപ്പിച്ചു എന്താണ്? ഒരു വസ്തുവിന്റെ ഒബ്ജക്റ്റുകളെ നമ്മൾ എന്താ പറയും? വസ്തുക്കളുടെ പേര് നമ്മൾ എന്താ പറയാ? നൗൺ എന്നാണ് പറയാ. സി നോക്കിയേ, മൊബൈൽ ഇറ്റ്സ് എന്താണ്? ഒബ്ജക്റ്റ്, ഒരു വസ്തുവാണ്. അതിനെന്താണ്? മൊബൈൽ ഇറ്റ്സ് എ നൗൺ. നെക്സ്റ്റ് നോക്കിയേ, പുസ്തകം അതൊരു വസ്തുവാണ്. ബുക്ക് ഇറ്റ്സ് എ നൗൺ. നെക്സ്റ്റ് നോക്കിയേ, പെൻസിൽ. ഇവിടെ രണ്ടുപേരുണ്ട് അല്ലെ, പെൻസിലും ഉണ്ട്. എന്താണ്? പെൻസിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നൗൺ, അതും ഒരു ഒബ്ജക്റ്റ് ആണ്. ആൻഡ് ഹിയർ വി സി എ ഡോൾ. കുഞ്ഞിന്റെ ഒരു ഡോളും ഉണ്ട് അല്ലേ. ഡോൾ ഈസ് ഓൾസോ എന്താണ്? എ നൗൺ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇന്ന് നമ്മൾ നൗൺ എന്താന്ന് പഠിച്ചു. ലെറ്റ് മീ സമ്മറൈസ്. മിസ് സമ്മറൈസ് ചെയ്യാം. ഒരു വ്യക്തിയുടെ, ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു അനിമലിന്റെ, ഒരു സ്ഥലത്തിന്റെ പേരിനെ നമ്മൾ വിളിക്കും നൗൺ എന്ന്. സോ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് എ നൗൺ, എന്താണ് ഒരു നൗൺ എന്നാണ്. ബിക്കോസ് ദാറ്റ് ഈസ് ദ ബേസിക്. ഓക്കെ, ഏറ്റവും ബേസിക് ആണ്. സോ ദാറ്റ് വി ക്ലിയർ ടുഡേ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് പഠിക്കും. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, then please share to your friends and wait for me for the next content video. Thank you so much.